ഇടുക്കി ജില്ലയിലെ വിശേഷങ്ങളിലേക്കാണ്. മാലിന്യ സംസ്കരണ രംഗത്തടക്കം തന്നെ പ്രത്യേക ഊന്നൽ നൽകി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്ന ഇരട്ടയാർ പഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ആനന്ദ് സുനിൽകുമാർ. ഈ ഒരു വികസന ഭരണ കാലയളവിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെയാണ് വിലയിരുത്താനാവുക? നമസ്കാരം, ഞാൻ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. എന്റെ പേര് ആനന്ദ് സുനിൽകുമാർ. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കൂടുതലായി ഊന്നൽ നൽകുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ച് 14 വാർഡ് അടങ്ങുന്ന ഒരു ചെറിയൊരു പഞ്ചായത്താണ്. കൂടുതലായി കുടിയേറ്റ കർഷകർ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് കാർഷിക മേഖലയാണ്. ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഈ മേഖലയിൽ പഞ്ചായത്ത് എല്ലാ ബഡ്ജറ്റിലും എല്ലാ പദ്ധതിയിലും കാർഷിക മേഖലയ്ക്ക് കൂടുതലായി ഊന്നൽ നൽകുകയും ജാതിത്തൈ, അതുപോലെ തന്നെ ജൈവവളം പോലുള്ള ഫലവൃക്ഷത്തൈ പോലുള്ള കാര്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. മറ്റൊന്ന്, ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് മാലിന്യ മുക്ത സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ്. മാലിന്യവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പഞ്ചായത്തിന് ഉള്ള ഒരു പ്രശംസ കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായി. എക്കണോമിക് സർവേയില് ബഹുമാനായ നമ്മുടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാറാമൻ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിനെ മാതൃക ആക്കണമെന്ന് അറിയിക്കുകയുണ്ടായി. നിരവധിയായ വാർത്താ ചാനലുകളിലെല്ലാം ഏറ്റെടുത്ത വാർത്തകൾ വരികയും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് 26 ഹരിതകർമ്മ സേന അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഹരിതകർമ്മ സേനയാണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പ്രവർത്തനം വിലയിരുത്തി തന്നെ മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം തദ്ദേശോത്സവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് സ്വരാജ് ട്രോഫി ലഭിക്കുകയുണ്ടായി. കൂട്ടായ ഒരു പ്രവർത്തനമാണ്. ഈ നാട്ടിലെ ജനങ്ങളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും 14 വാർഡിലെ മെമ്പർമാർ ഒറ്റക്കെട്ടായി നിന്നുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് വാർഡുകളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇത് മാത്രമല്ല, നമ്മളെ ഹരിതകർമ്മ സേന ഇവരെയും കേരളത്തിലെ ഏറ്റവും വലിയൊരു സേനയായി മാറുകയാണ്. കാരണം ആ സേനയ്ക്കുള്ള സപ്പോർട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അവർക്ക് കേരളത്തിലെ ഒരു പഞ്ചായത്തിലും ഇല്ലാത്ത രീതിയിൽ 15,000 മുതൽ 25,000 രൂപ വരെ ശമ്പളം മേടിക്കുന്ന ഹരിതകർമ്മ സേന അംഗങ്ങളാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ നട്ടലായി പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, CIB ബോർഡ് പോലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് കൊടുക്കുകയും സ്വന്തമായി കൺസോർഷ്യം രൂപീകരിച്ച് നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഹരിതകർമ്മ സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മാത്രമല്ല, 28 ഇനങ്ങളായി നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് അത് ലെഗസി വേസ്റ്റുകൾ ഒഴിവാക്കി നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് പൈസ ലഭിക്കുന്ന രീതിയിലാണ്. മറ്റു പഞ്ചായത്തൊക്കെ എനിക്കൊന്ന് അങ്ങോട്ട് പൈസ കൊടുത്താണ് ഈ വേസ്റ്റുകൾ ഒഴിവാക്കപ്പെടുന്നത്. പക്ഷെ ഇവിടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിർമ്മിച്ച സെൽഫി പോയിന്റും ശ്രദ്ധേയമാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിൽ? ഓക്കെ, സെൽഫി പോയിന്റ് ഞങ്ങള് മാലിന്യമുക്ത പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ നമ്മുടെ ഒരു പ്രോഗ്രാമായിട്ട് ഏറ്റെടുത്തതാണ്. ഏകദേശം 13,000 കുപ്പികൾ നമ്മുടെ ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാർ പിറക്കിയ കുപ്പികളിൽ നിന്നുള്ള അടപ്പുകൾ വെച്ചാണ് നമ്മൾ മനോഹരമായ ഒരു ബട്ടർഫ്ലൈ സെൽഫി പോയിന്റ് ആയിട്ട് അവിടെ നിർമ്മിക്കുകയും പ്രിൻസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു ശില്പിയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ആ സെൽഫി പോയിന്റ് മുന്നോട്ട് അവതരിപ്പിച്ചപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാനുള്ള സന്ദേശമാണ്. നമ്മൾ വലിച്ചെറിയുന്ന കുപ്പികളിൽ നിന്നുള്ള അടപ്പുകളിൽ നിന്നാണ് ആ സെൽഫി പോയിന്റ് നമ്മൾ നിർമ്മിക്കേണ്ടത്. നിരവധിയായ ആളുകൾ സെൽഫി എടുക്കുന്നു. ഏറ്റവും നല്ല സെൽഫിക്ക് നമ്മൾ പഞ്ചായത്ത് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഈ ഒരു വലിയൊരു ആഘോഷമായി ഏറ്റെടുക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ വലിച്ചെറിയപ്പെടുന്ന കുപ്പികളിൽ നിന്ന് അല്ലെങ്കിൽ അത് റീയൂസ് ചെയ്യാൻ പറ്റും. അത് വലിച്ചെറിയാതിരിക്കാനുള്ള ഒരു മെസ്സേജാണ് ഈ സെൽഫി പോയിന്റ് വഴി നമ്മൾ നൽകുന്നത്. തീർച്ചയായും അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടത്തിവരുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണെങ്കിൽ തന്നെ അത്തരത്തിലുള്ള മുൻതൂക്കം നൽകുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷിക്ക് വലിയ രീതിയിൽ മുൻതൂക്കം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. കൂടുതലായും കുടിയേറ്റ കർഷകരെല്ലാം തന്നെയാണ് ഉള്ളത്. അത്തരത്തിൽ കൃഷിക്കായി കർഷകർക്കായി എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, വികസന പദ്ധതികളാണ്, അവർക്ക് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ എത്തിക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? ഇപ്പോൾ നിലവിൽ നമ്മള് 14 മെമ്പർമാരും കൂടിയാലോചിച്ചുകൊണ്ട് ജൈവവളം കൂടുതലായി ഏലം കൃഷികള്, കുരുമുളക്, ഏലം പോലുള്ള കൃഷികളുള്ള നാടാണ് ഇരട്ടയാർ. അവർക്ക് ജൈവവളങ്ങൾ വേപ്പിമണ്ണൊക്കെ അടക്കമുള്ളത് വിതരണം ചെയ്യുന്നു. അതോടൊപ്പം ജാതിത്തൈകൾ കഴിഞ്ഞിടയ്ക്ക് തന്നെ ജാതിത്തൈ വിതരണം നമ്മൾ നടത്തിയിരുന്നു. ഓരോ വ്യക്തികൾക്കും 3 എണ്ണം അടങ്ങുന്ന ഒരു യൂണിറ്റ് വീതമാണ് ജാതിത്തൈ വിതരണം നൽകുന്നത്. അതുപോലെ ഫലവൃക്ഷ തൈകള്, പിന്നെ മറ്റൊന്ന് വാഴത്തൈകൾ അടക്കമുള്ള ജൈവ മേഖലയിൽ നല്ലൊരു മുന്നേറ്റം നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ച് ഞങ്ങൾ 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നു. ആദ്യമേ ജിൻസൺ വർക്കിയായിരുന്നു പ്രസിഡന്റായിരുന്നു. അതിനുശേഷം ജിഷ ഷാജി.
പിന്നീടാണ് ഞാൻ പ്രസിഡന്റായിട്ട് വരുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകാൻ വേണ്ടി ഒരു പ്രവർത്തനം. ഇനിയിപ്പോ നമ്മള് ജൈവ മാലിന്യങ്ങൾ, ഇപ്പൊ നമ്മള് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതുപോലെ ജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും നമ്മുടെ പച്ചക്കറി വേസ്റ്റുകൾ അടക്കമുള്ളത് കളക്ട് ചെയ്ത് അത് സ്വന്തമായി നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേന അംഗങ്ങൾ കളക്ട് ചെയ്ത് അത് വളമായി മാറ്റി ഈ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ സ്വന്തം പേരിൽ ബ്രാൻഡ് നെയിമിൽ ഒരു വളമായി തിരിച്ച് കർഷകർക്ക് നൽകുന്ന ഒരു പദ്ധതി ഇത് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ വളം ആക്കി നമുക്ക് നൽകാൻ വേണ്ടി കഴിയും. ഇപ്പൊ വളം ആയി ഇരിക്കുകയാണ്. കൃഷി വകുപ്പിന് അതിന്റെ ടെസ്റ്റിംഗ് കാര്യങ്ങൾ, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ കാർഷിക മേഖലയ്ക്ക്, കൃഷിക്ക്, കർഷകർക്കെല്ലാം തന്നെ ഒട്ടേറെ പ്രാധാന്യം നൽകുന്ന പഞ്ചായത്താണ്. ഒപ്പം തന്നെ ഈ പന്നിശല്യം, ഈ വന്യജീവി ആക്രമണം വലിയ രീതിയിൽ ഇടുക്കി പോലുള്ള ഒരു ജില്ലയെ ബാധിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പഞ്ചായത്തിനെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? അത്തരത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്തൊക്കെ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്? നമുക്കറിയാം, നമ്മുടെ നാട്ടില് ഇപ്പം ഏറ്റവും കൂടുതലായി വരുന്ന മൃഗങ്ങള് നാട്ടിലോട്ട് ഇറങ്ങി കൃഷിക്കും അതുപോലെ മനുഷ്യനും ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നിരവധിയായ പരാതികൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. മാത്രമല്ല വിദ്യാർത്ഥികളെ അടക്കം ആക്രമിക്കുന്ന ഒരു സമീപനം ഉണ്ടായ സമയത്ത് കാട്ടുപന്നികളെ വെടിവെക്കാൻ വേണ്ടിയുള്ള ഓർഡർ നമ്മളെ ഇട്ടിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് പഞ്ചായത്ത് അങ്ങനെ ഓർഡർ ഇറക്കുന്നത്. അപ്പൊ അങ്ങനെ ഓർഡർ ഇറക്കി കൃത്യമായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാരത്തിലുള്ള ഒരു കാര്യമാണ്. ഫോറസ്റ്റുമായി ആലോചിച്ച് രണ്ടുപേരെ, ലൈസൻസ് ഉള്ള രണ്ടുപേരെ, ഫോറസ്റ്റ് എംപാനൽ ലിസ്റ്റിലുള്ള രണ്ടുപേരെ നിയമിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഓർഡർ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ മൃഗസ്നേഹികളിൽ നിന്നെല്ലാം വളരെയധികം രൂക്ഷമായ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ കർഷകരുടെ കൂടെ നിന്നുകൊണ്ട്, ഞങ്ങളെല്ലാം ജനപ്രതിനിധികൾ കർഷകർ, ഇവിടുത്തെ ജനങ്ങളെല്ലാം വിജയിപ്പിച്ചു വിട്ട ആളുകളാണ്. അതുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ കർഷകർക്കും അതുപോലെ മനുഷ്യ ജീവനും ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ വേണ്ടി ഓർഡർ ഇടുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല ഇവിടുത്തെ കാർഷിക മേഖല നശിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടായപ്പോഴാണ് ഈ നിലപാടുമായി പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് എന്ന നിലയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ടൂറിസത്തിന് അസാധ്യമായിട്ടുള്ള സാധ്യതകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇത്തരത്തിൽ ടൂറിസം കേന്ദ്രങ്ങളുള്ള ഒരു സ്ഥലമാണോ? ഇത്തരത്തിലാണ് ടൂറിസത്തിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കുന്നത്? ഓക്കെ, അത് വളരെ കറക്റ്റ് ആണ്. ഏറ്റവും ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ഇരട്ടിയാറും ഇടുക്കി ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളും. അപ്പൊ ഇരട്ടിയാറിലും ഈ പറഞ്ഞ പോലെ ടൂറിസത്തിന് ഏറ്റവും നല്ല സാധ്യതകളുണ്ട്. ഞങ്ങളിപ്പോ ഏറ്റവും ആദ്യമേ പഞ്ചായത്ത് ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വാച്ച് ടവർ ആണ് നിർമ്മിക്കുന്നത്. ഇവിടെ ഒരു അടയാളക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വാച്ച് ടവർ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ ഫണ്ടുകൾ വെക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇവിടെ ഡാമുകളുണ്ട്. നോർത്ത് ഡാം അടക്കമുള്ളതും മാത്രമല്ല അഞ്ചുരുളി എന്ന പ്രദേശത്തേക്ക് ഇരട്ടിയാർ സ്ഥലത്ത് 2 ആറുകൾ കൂടുന്ന പ്രദേശമാണ് ഇരട്ടിയാർ. അവിടെ നിന്ന് വെള്ളം അഞ്ചുരുളിയിലേക്ക് ഒരു വലിയൊരു തുരങ്കം, 5 കിലോമീറ്ററുള്ള തുരങ്കം വഴിയാണ് ഇടുക്കി ഡാമിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രദേശങ്ങളിലെ ഓപ്പണിംഗ് നമ്മുടെ പഞ്ചായത്തിലാണ്. അവിടെ ഒരു ബോട്ടിങ്, പെഡൽ ബോട്ട് സംവിധാനവും മറ്റു മേഖലയിൽ അതുപോലെ തന്നെ ഈ ഓപ്പണിംഗ് പ്രദേശത്ത് ടൂറിസ്റ്റുകളെ കൂടുതലായി ആകർഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ പഞ്ചായത്തിന് വലിയൊരു വരുമാനമായി മാറുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രോജക്ട് വർക്കുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെയും അതുപോലെ KICBയുടെ ഒക്കെ ഒരു പെർമിഷന്റെ ഒരു ലഭ്യത ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് ടൂറിസം മേഖല. അത് കൂടുതലായി പ്രോത്സാഹിപ്പിക്കും. എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടത്. തീർച്ചയായും. ഒപ്പം തന്നെ ഭാവിയിൽ എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്? ഭാവിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നിലവിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ സ്റ്റേഡിയത്തിന്റെ പണികളടക്കം തന്നെ യുവാക്കൾക്കായിട്ടുള്ള ഈ കുട്ടികളെ കളിസ്ഥലങ്ങളെല്ലാം തന്നെ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ പരിധിയിൽ ഉണ്ടാകും. അത്തരത്തിൽ ഭാവിയിൽ എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഒരു യുവ പ്രസിഡന്റ് എന്ന നിലയിൽ നിരവധിയായ യുവാക്കൾ ഉള്ള ഒരു പ്രദേശമാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത്. അവിടെ നിരവധിയായ കലാകായിക രംഗത്തുള്ള ആളുകളെല്ലാം, ഒത്തിരി ആളുകൾ കഴിവ് തെളിയിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി നമ്മളൊരു വലിയൊരു സ്റ്റേഡിയം പ്രിയപ്പെട്ട മണിയാശൻ ഉടുമ്പൻചോലയുടെ പ്രിയപ്പെട്ട MLA നമുക്ക് വേണ്ടി 1 കോടി രൂപ അനുവദിക്കുകയും അതിന്റെ പണികൾ ആരംഭിച്ചു ഏകദേശം തീരാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഏറ്റവും നല്ലൊരു സ്റ്റേഡിയമാണ് അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഇവിടെയുള്ള കായിക പ്രതിഭകൾക്കും യുവാക്കൾക്കും ഒരു നല്ലൊരു അവസരം ആകും. അപ്പൊ അവർക്കെല്ലാം പരിശീലിപ്പിക്കാനും മറ്റ് കായിക പ്രേമികളെല്ലാം നമുക്ക് സപ്പോർട്ട് നൽകാൻ വേണ്ടി കഴിയും. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ
നമ്മള് പഞ്ചായത്ത് ഫണ്ട് ഫുട്ബോള്, അതുപോലെ തന്നെ ക്രിക്കറ്റ്, അതുപോലെ തന്നെ വോളിബോളിന് പരിശീലനം നൽകി. എല്ലാ വർഷവും പരിശീലനം നൽകുന്നുണ്ട്. ഇപ്പൊ തന്നെ അവധിക്കാലമാകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാൻ വേണ്ടി ഫണ്ട് വകയിരുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ അത് ആരംഭിക്കുന്നുണ്ട്. ഈ പരീക്ഷ കാലം കഴിഞ്ഞാൽ ഉടനെ തന്നെ പരിശീലനവുമായി മുന്നോട്ട് പോകും. ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് വെല്ലുവിളികളില്ല. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ ടൂറിസം പദ്ധതിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല നമുക്ക് സപ്പോർട്ട് ലഭിക്കാം. ഇപ്പൊ KCBയുടെയും ഡാം സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് കൃത്യമായ സാങ്ഷൻ ലഭിക്കാത്ത ഒരു വെല്ലുവിളികളേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇവിടുത്തെ ഇരട്ടിയാറിലെ ജനങ്ങളെല്ലാം വളരെ സപ്പോർട്ടാണ്. നമ്മളിപ്പോ തന്നെ ഭിന്നശേഷിക്ക് കുട്ടികളെ നിരവധിയായ വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ പ്രദേശത്തുണ്ട്. അവർക്ക് ഭിന്നശേഷി കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവരുടെ കഴിവുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നല്ലൊരു ഊന്നൽ നൽകുന്നുണ്ട്. മാത്രമല്ല ആരോഗ്യ മേഖലയിൽ ഒരു മുന്നേറ്റം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇടപെടൽ നടത്തുന്നുണ്ട്. മാത്രമല്ല ഇപ്പം നമ്മുടെ വയോജനങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് നൽകാൻ വേണ്ടി അങ്ങനെ ഓരോ മേഖലകളിലും ഏറ്റെടുത്ത് തന്നെ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൂറിസത്തിന് അനന്തമായിട്ടുള്ള സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ്. അത്തരത്തിൽ ഈ റോഡ് ഗതാഗതം അടക്കമുള്ള സംവിധാനങ്ങളിൽ എത്തരത്തിലാണ് ഈ ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകളാണോ ഉള്ളത്? ഈ ഒപ്പം തന്നെ ഈ വഴിവിളക്കുകളും ക്യാമറകളും എല്ലാം തന്നെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ? ഓക്കെ. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല റോഡുകളാണ് നമ്മുടെ ഈ മണ്ഡലത്തിലൂടെ പ്രിയപ്പെട്ട നിയാസിന്റെയും അതുപോലെ നമ്മുടെ ഇടുക്കിയിൽ നിന്നുള്ള മിനിസ്റ്റർ റോഷിയാസിന്റെ ഒക്കെ നല്ലൊരു ഇടപെടലിന്റെ ഭാഗമായി നല്ല റോഡുകൾ നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇനിയിപ്പോ പൂർത്തീകരിക്കേണ്ട 2 റോഡുകളാണ് നാങ്കുതൊട്ടി വാഴവര റോഡും അതുപോലെ തന്നെ അത്തിക്കൽ അടിമാലി റോഡ്. അതിന്റെ എല്ലാം TS ആയി കിടക്കുന്നു. നാങ്കുതൊട്ടി റോഡിന് 8.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അടിമാലി നത്തിക്കൽ റോഡിന് 55 കോടി രൂപയും ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. അതും കൂടെ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നിരവധിയായ റോഡുകൾ അതുപോലെ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയ റോഡുകൾ ചെയ്തു വരുന്നു. ഉടനെ തന്നെ കുറച്ച് റോഡുകൾ കൂടിയാണ് പൂർത്തീകരിക്കാനുള്ളത്. ബാക്കി എല്ലാ റോഡുകളും നന്നായി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഈ 4 വർഷം കൊണ്ട് നമ്മുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ജനപ്രതിനിധികളുടെയും നല്ലൊരു സപ്പോർട്ട്, ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും അതുപോലെ MLAയുടെയും ഒക്കെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ കൂടുതൽ കുടിയേറ്റ കർഷകരുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഇത്തരത്തിൽ ഈ എല്ലാ പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും വീടുകളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ എത്തിക്കാൻ ഈ ലൈഫ് ഭവന പദ്ധതി PMAY പദ്ധതി പ്രകാരമെല്ലാം തന്നെ വീടുകൾ കൃത്യമായി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കൃത്യമായും ഇപ്പം ലൈഫ് പദ്ധതിയും അതുപോലെ PMAY പദ്ധതിയും വഴി നിരവധിയായ വീടുകൾ ഏകദേശം ഒരു 300 വീടുകൾക്ക് മുകളിൽ നമുക്കിപ്പം നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തനം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ PMAY പദ്ധതിയിൽ ഏകദേശം 200 വീടോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ 60 ലക്ഷം രൂപ വീടിന് തന്നെ നൽകാൻ വേണ്ടി നമ്മൾ പദ്ധതിയിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സമയബന്ധിതമായി, കാരണം ഏതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും സ്വപ്നമാണ് നല്ലൊരു വീടെന്നുള്ള സ്വപ്നം. അത് ഞങ്ങളുടെ ഭരണസമിതിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരമാവധി ആളുകൾക്ക് വീട് ലഭ്യമാക്കാൻ വേണ്ടി ലൈഫ് ഭവന പദ്ധതി അതുപോലെ PMAY ഭവന പദ്ധതി വഴി നൽകി വരുന്നു. ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കുടിവെള്ളം. ഈ ആളുകളിലേക്ക് പ്രത്യേകിച്ചൊരു വേനൽക്കാലത്തെ മറികടക്കേണ്ടതുണ്ട്. ഈ ഒരു അവസരത്തിൽ എല്ലാ ജനങ്ങളിലേക്കും കുടിവെള്ളം കൃത്യമായിട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ പൊതുജലാശയങ്ങളെല്ലാം തന്നെ ഏതൊക്കെ രീതിയിലാണ് സംരക്ഷിക്കപ്പെട്ടു വരുന്നത് നിലവിൽ? ഇരട്ടിയാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നമ്മുടെ കുടിവെള്ളത്തിന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡാമാണ്, നോർത്ത് ഡാം. ആ ഡാമിൽ നിന്ന് വെള്ളം സ്വീകരിച്ച് ശുദ്ധീകരിച്ച് നമ്മളെല്ലാ ആളുകളുടെയും വീടുകളിൽ എത്തിക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം നടന്നു വരുന്നു. നമ്മുടെ ബഹുമാനായ മിനിസ്റ്റർ റോഷിയാസിന്റെ 66 കോടി രൂപയുടെ ഒരു ജലനിധി പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവരികയും അതിന്റെ പ്രവർത്തനം നടന്നു വരികയാണ്. എല്ലാ വീടുകളിലും വെള്ളമെന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ പ്രവർത്തനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അതിന്റെ വർക്കുകളെല്ലാം ചെയ്തു വരുന്നു. മറ്റൊന്ന് പഞ്ചായത്തിന്റെ അല്ലാതെയുള്ള രീതിയിൽ കുഴൽക്കിണറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് പൊതുക്കുളങ്ങളെല്ലാം പരമാവധി നമുക്ക് കിട്ടുന്ന സോഴ്സുകളെല്ലാം ഉപയോഗപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകുന്നു. ജലനിധി പദ്ധതിയുടെ പൂർത്തീകരണത്തോടെ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും വെള്ളം ലഭിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിലും ഉന്നമനത്തിനായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്? ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം ഏറ്റവും നല്ല ഊന്നൽ നൽകിയത് പഞ്ചായത്ത് ആരോഗ്യ മേഖലയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇരട്ടിയാർ പഞ്ചായത്തിൽ ഒരു PHC ആണ് നിലവിലുണ്ടായിരുന്നത്. അത് അതിന്റെ പ്രവർത്തനങ്ങൾ 8 പഞ്ചായത്തോളം പ്രദേശത്തെ ആളുകൾ അത് ആശ്രയിക്കുന്ന കണ്ട് നമ്മള് MLA കണ്ട് റിക്വസ്റ്റ് ചെയ്യും.
അത് PHSC ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി നൽകാൻ വേണ്ടി 50 ലക്ഷം രൂപ അനുവദിക്കുകയും ഇതിന്റെ പ്രവർത്തനങ്ങൾ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. വളരെ സമയബന്ധിതമായി അത് പൂർത്തീകരിക്കും. അപ്പൊ നമുക്ക് ഫുൾ ടൈം ഡോക്ടർമാരുടെ സേവനങ്ങൾ ലഭിക്കും. മാത്രമല്ല നമ്മൾ കോവിഡ് കാലം മുതലേ ഏറ്റവും നല്ല രീതിയിലാണ് അന്ന് കോവിഡ് വാക്സിൻ ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നല്ലൊരു ടീമാണ് PHSCയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. മറ്റൊരു ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ തന്നെ ക്യാൻസർ സ്ക്രീനിങ് അടക്കം എല്ലാവർക്കും ചെയ്തു വരുന്ന നല്ലൊരു പ്രോജക്റ്റ് ആയിട്ട് ഏറ്റെടുത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. മാത്രമല്ല ഇപ്പം PHSCയുടെ പ്രവർത്തനം മാത്രമല്ല, സബ് സെന്റർ പല വാർഡുകളിൽ ഇപ്പൊ അടിയന്തരമായി 2 സബ് സെന്ററുകളുടെ ഫണ്ട് നമുക്ക് ഹെൽത്ത് ഗ്രാന്റിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. 2 സബ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. 55 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. മാത്രമല്ല ഓരോ വാർഡുകളിലും കൃത്യമായി സമിതികൾ കൂടി ഏതൊക്കെ പ്രദേശത്താണ് ആവശ്യമെന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ട് ഏകദേശം 12 ലക്ഷം രൂപ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ഓരോ വർഷവും മാറ്റിവെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആയുർവേദ മേഖലയിലും ആയുർവേദ ഹോസ്പിറ്റലിൽ നിലവിലെ അതിന്റെ പ്രവർത്തനം വളരെ നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ലായിരുന്നു. പുതിയ കെട്ടിടത്തിന് കഴിഞ്ഞ ദിവസം അനുമതി ലഭിക്കുകയും അതിന്റെ തറക്കല്ലിടിയിൽ അടുത്ത മാസമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 35 ലക്ഷം രൂപ വെച്ച് പുതിയൊരു ആയുർവേദ ഹോസ്പിറ്റല് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന് ഹോമിയ മേഖലയിലും നല്ല കൃത്യമായുള്ള പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാ മേഖലയും ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നു. മേഖലയിലും എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാലിന്യ സംസ്കരണ രംഗത്തടക്കം തന്നെ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് നൂതന സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനവും എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഏകോപനത്തോടു കൂടി തന്നെയാണ് പഞ്ചായത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നത്. വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ സാധിക്കട്ടെ. ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാറാണ് നമ്മളോടൊപ്പം പങ്കുചേർന്നത്. നന്ദി ശ്രീ ആനന്ദ് സുനിൽകുമാർ.